പോച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാടകളെ എങ്ങനെ ആണിനെയും പെണ്ണിനെയും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനിടെ കൊണ്ടുവന്ന ഒരു 200 കാട കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഏകദേശം 6 ആഴ്ചയായി. അതിന് മെയിലും ഫീമെയിലും തിരിയേണ്ട സമയമായിട്ടുണ്ട്. അപ്പം മെയിലിനെ ഇറച്ചിക്ക് വേണ്ടിയിട്ടും ഫീമെയിലിനെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടും നമ്മളങ്ങനെ മാറ്റി വെക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 ആഴ്ച ആയാലേ നമുക്കതിനെ മാറ്റാൻ കഴിയും. മെയിലും ഫീമെയിലും മനസ്സിലാവും. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇന്നേക്ക് ഏകദേശം 6 ആഴ്ച ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ മാറ്റേണ്ട എല്ലാം ഒരു പരിപാടിയിലേക്കാണ്. നമ്മളിപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഉള്ളത്. എവിടെയാണ് കാടേനെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 50 പെണ്ണ് കാട് എവിടെയാണുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ തന്നെ നമ്മൾ കുറച്ച് കാടേനെ ആക്കേണ്ട ഒരു പരിപാടിയിലാണുള്ളത്. നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കൊന്നപ്പൂ നിറയെ പൂത്തിട്ടുണ്ട്. കൊന്നമരം നമ്മൾ കുറേ കാലം മുമ്പേ കൊണ്ട് നട്ട കൊന്നമരമാണ്. എല്ലാ വർഷവും നിറയെ പൂക്കളുണ്ടാവും. ഈ നാട്ടിലെ മുഴുവൻ വീടുകളിലേക്കും ശരിക്കും ഇടുന്നാണ് കൊന്നപ്പൂ കൊണ്ടുപോക്ക്. വിഷുവിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ പറിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് കാടകളെ അധികം പറഞ്ഞിട്ട് നീട്ടുന്നില്ല. നമ്മൾ കാടകളെ താഴെ പോയിട്ട് താഴെയാണ് കാടകളുള്ള അതിനെ മെയിലും ഫീമെയിലും പിടിച്ചിട്ട് നമുക്ക് മേലിലേക്ക് കൊണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് പോകും. അപ്പോൾ സാനി കാടേനെ പിടിക്കേണ്ട പെട്ടിയെല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴെയാണെന്നുള്ളത് താഴേന്ന് എടുത്തുകൊണ്ടിരണം. അപ്പോൾ ഇതാണ് നമ്മളെ 200 കാടകൾ കുഞ്ഞുങ്ങളെ വിട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു നല്ല വലുപ്പത്തിലായിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇതിപ്പോൾ മുട്ടയിട്ട് തുടങ്ങും. ഇതിനകത്തിപ്പോൾ ഫീമെയിലിനെ മനസ്സിലാവുന്നത് ഇത് ഫീമെയിലാണ്. ഇത് കണ്ട ഇവിടെ ഈ ഒരു പുള്ളിയായിട്ട് കാണുന്നതാണ് ഫീമെയിൽ. ഞാൻ മെയിലിനെ കാണിച്ചു തരാം. ഇതാണ് ഫീമെയിലിനെ അപേക്ഷിച്ചിട്ട് മെയിലിൻ്റെ ഇവിടെ നല്ലൊരു ബ്രൗൺ കളർ ഉണ്ടാവും. അങ്ങനെയാണ് മെയിലിനെയും ഫീമെയിലിനെയും മനസ്സിലാവുക. ഞാൻ ഒരു ഫീമെയിലിനെ പിടിച്ച് ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുന്നത്. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് പൂവന്മാർ ഇതിൻ്റെ അകത്ത് ഒരു 6 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇവർ കൂവി തുടങ്ങും. അത് അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 2 വിധത്തിലാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഫീമെയിലിനെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. കണ്ടാ ഇതാണ് ശരിക്കും അതിൻ്റെ കഴുത്തിൻ്റെ അടുക്ക വരിക. നല്ല പുള്ളിയായിട്ടൊരു മയിൽപ്പീലി മാതിരി പുള്ളിയായിട്ടുണ്ടാവും. മെയിലിന് അത് ഉണ്ടാവില്ല. മെയിലിന് ഈ ഒരു ചാരക്കളറിൽ. ഇതിനകത്ത് മെയിലിനെ പിടിച്ചിട്ട് മേലേക്ക് മാറ്റിയിടാം. ഇതിനുള്ള മെയിലാണ്. വേമ്പോട്ട് അതൊക്കെ ഞാൻ കുറിച്ച് ആ കേട്ട ഒച്ചയാക്കിയതാണ് മെയിൽ. ഒരു കുക്കു എന്നുള്ളൊരു സൗണ്ടിൽ ആക്കിയത്. അപ്പോൾ നമ്മൾ കാടകളിൽ മെയിലിനെയും ഫീമെയിലിനെല്ലാം തിരിഞ്ഞ് മാറ്റിയിട്ടിട്ടുണ്ട്. ഇറച്ചിക്ക് വേണ്ടത് വേറെ മാറ്റി, മുട്ടക്ക് വേണ്ടത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ
നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.